അങ്ങനെ ചങ്ങായി പറയാൻ നേരം വെളുത്ത് കേട്ടോ. ഇന്നലെ രാത്രിയിൽ മത്തേരാനുള്ള കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് വളരെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ഒന്ന് മത്തേരാനിലെ കൂടെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പം നിലവിലുള്ളത് നമ്മുടെ മത്തേരാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്താവില്ല, ആരുമില്ല കേട്ടോ. ഈ ബുക്കിംഗ് കൗണ്ടറും സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല, എല്ലാം ക്ലോസ്ഡാണ്. ഈ ഒരു ആംബിയൻസ് തന്നെ നല്ല ഫോഗുണ്ട്, കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉച്ച സമയത്ത് പോലും ഇതുപോലെ തന്നെയാണ് ഉള്ളത്. മാർക്കറ്റിലൊന്നും അങ്ങനെ ആരും ഓപ്പൺ ചെയ്ത് തുടങ്ങിയില്ല. ഇപ്പോൾ സമയം 6:45 പക്ഷേ ഷോപ്പുകളൊന്നും അങ്ങനെ ഓപ്പൺ ചെയ്ത് തുടങ്ങിയില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ നടന്നു നോക്കാം. മഴയും കുടയുണ്ട്, കുടയെടുത്ത് ഇങ്ങനെ കാറ്റും കൊണ്ട് ഫോഗ് ആസ്വദിച്ചിട്ടിങ്ങനെ നടക്കാം. കാറ്റടിക്കുന്നതൊക്കെ ഇവിടെ ഈ മത്തേരാൻ റെയിൽവേനെ പറ്റിയുള്ളൊരു ഷോർട്ട് നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മിസ്റ്റർ അബ്ദുൽ ഹുസൈൻ ആദംചി പീർബോയ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. 1901 മുതൽ 1907 ആ ഡ്യൂറേഷനിലാണ് ഇവർ കൺസ്ട്രക്ഷനൊക്കെ ചെയ്തിട്ടുള്ളത്. അതും സർ ആദംജി പീർബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇതിന് ഫണ്ടിങ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന് മത്തേരാൻ റെയിൽവേ പാല എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത് അബ്ദുൽ ഹുസൈൻ ആദംജി പീർബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ഓക്കെ, അപ്പോൾ മൂപ്പരാണ് ഈ സംഭവം, മൂപ്പര തലയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ആശയം വന്നതും ഇത് കൺസ്ട്രക്ട് ചെയ്തൊക്കെ മൂപ്പരാണ്. അപ്പോൾ അവരെയാണ് ഈ പറഞ്ഞ ഹുസൈൻ ആദംജീനെയാണ് മത്തേരാൻ റെയിൽവേ പാല എന്ന് ഇവർ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരെ അണ്ടറിൽ വന്ന ഒരു റെയിൽവേ സിസ്റ്റമാണ് കേട്ടോ ഇത്. നമ്മളിപ്പം വന്നിട്ടുള്ളത് അമാൻ ലോഡ്ജിൽ നിന്ന് ഇങ്ങോട്ട് കയറിയില്ല. ആ സമയത്ത് 50 രൂപേൻ്റെ ഒരു ടിക്കറ്റ് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അഥവാ നിങ്ങൾ നേരലിന് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇവിടെ ടിക്കറ്റ് ചാർജ് കൊടുക്കണം കേട്ടോ. ഒരാൾക്ക് 50 രൂപ, അഡൽട്ടിന് 50 രൂപയും ചൈൽഡിന് 25 രൂപയും കൊടുത്തിട്ടാണ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. ഓക്കെ, അതായത് മത്തേരനിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ചാർജാണ് ഈ പറഞ്ഞത്. അഡൽട്ടിന് 50 രൂപ, ചൈൽഡിന് 25 രൂപ എന്നുള്ളത്. ഇതാരാ പോട്ടെ പൊക്കോട്ടെ. ഇതെല്ലാം കുറച്ച് അഗ്രസീവായിട്ടുള്ള ടീമായിരിക്കും, പറയാൻ കഴിയില്ല. നല്ല നടക്കുക. ചിലപ്പോൾ കുടയും ക്യാമറയും എല്ലാം അടിച്ചിട്ട് ഹോം ബ്ലോഗ് ചെയ്താൽ ആരുമില്ല. ഓക്കെ, ഫോഗും ഉണ്ട്, മത്തേരാനും ഉണ്ട്, ഞാനും ഉണ്ട്. മത്തേരാനിൽ നമ്മളൊരു വണ്ടി ഉണ്ട് കേട്ടോ. ഇത് കാണുന്നില്ലായിരിക്കും. ഇതെല്ലാം നിങ്ങൾ പറഞ്ഞ മോട്ടോർ വാഹനങ്ങൾ പോകാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞതെന്നുള്ളത്. ഈ ഒരൊറ്റൊരു വണ്ടി മാത്രമേ ഇവിടെ ഓടുന്നുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആംബുലൻസാണ്, ആംബുലൻസ് സർവീസ് മാത്രമാണത്. ആ ഒരു വണ്ടി മാത്രമേ നമ്മളിവിടെ വന്നിട്ട് ഓടുന്ന കണ്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോകുന്നുണ്ടത് ആ ഒരു വണ്ടി ഇവിടെ അലോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു ആംബുലൻസ്. വേറെ ഒന്നും ഇങ്ങോട്ടേക്കില്ല. പിന്നെ കുതിര, ഈ ഉന്തുവണ്ടി പോലുള്ള സംഭവങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടേക്കൊക്കെ എന്ത് സാധനം കൊണ്ടുവരണമെങ്കിലും ഇവർ ഈ ഉന്തുവണ്ടിയിൽ അല്ലെങ്കിൽ ഈ കുതിരപ്പുറത്ത് അങ്ങനെയാണ് കയറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് വരിക. ചെറിയ ചെറിയ മഴ, ചാറ്റൽ മഴ ഇങ്ങനെ വരുന്നുണ്ട്. അതിനെ കണക്കായിട്ട് ആ മഞ്ഞും ആ ഒരു ഫോഗും ആ ഒരു വ്യൂവും ആംബിയൻസ് തന്നെ. ഇനി വിട്ടിട്ട് പോകാൻ തോന്നില്ല, ഇപ്പം പോകണം. വീഡിയോ ശരിക്കും പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ കാടിൻ്റെ ആ ഒരു ശബ്ദം ഉണ്ടല്ലോ,
ചെറിയ ചെറിയ കിളികളുടെയൊക്കെ ശബ്ദം ഇതൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ തനിച്ചിങ്ങനെ പോവാം. ഇടയ്ക്ക് നല്ല കാറ്റ് പിടിക്കും. ഇനി കുറച്ച് നേരം നമുക്ക് ഈ ഒരു റോഡ് വിട്ടിട്ട് നമ്മുടെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് കുറച്ച് നടന്നിട്ട് വരാം. അതായത് ഈ ഒരു നടപ്പാത വിട്ടിട്ട് അകത്തേക്ക് കയറാം നമുക്ക് ഇതുവഴി. നല്ല മഴയായിട്ടാ, നല്ല മഴ കിടിലൻ മഴ. ഞാനൊരു കാട്ടിൻ്റെ ഉള്ളിലേ ഉള്ളേ, ഫോറസ്റ്റ്. ഏതോ ചെറിയ മറ്റേ പ്രേതത്തിൻ്റെ ഒന്നും പടത്തിലും കാണുന്ന പോലത്തെ ഒരു ആംബിയൻസ്. നോക്കണം നടന്നു പോകുന്നു ഇതുപോലെ ഇരുട്ട്. പോകാൻ തോന്നില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ ഈ മോർണിംഗ് വാക്ക് ഞാൻ അവസാനിപ്പിച്ചിട്ട് റൂമിലേക്ക് തിരിച്ചു പോകാം. ഒരു ഭയങ്കര ഒരു ഫീലാണ്. ഇവിടെ നിന്ന് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൊരു സജഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ പല വീഡിയോ കണ്ടിട്ടുണ്ട്. എല്ലാ ആൾക്കാരും പറയുന്നത് വെച്ചാൽ മത്തേരാൻ ഒരു ദിവസം കാണാനേ ഉള്ളൂ, ഒരു ദിവസം രാവിലെ കയറിയാൽ വൈകുന്നേരത്തേക്ക് നിങ്ങൾക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളോട് പറയുന്നത് ഒരു ദിവസത്തേക്കൊന്നും ഇവിടത്തേക്ക് കെട്ടാം. പിന്നെ നിങ്ങൾ 2-3 ദിവസം വന്നിട്ട് റിലാക്സ് ചെയ്തിട്ട് നമ്മുടെ മൈൻഡെല്ലാം കംപ്ലീറ്റ് ഒന്ന് ഫ്രീ ആക്കുക, എന്നിട്ട് തിരിച്ചു പോകുക. അതിന് പറ്റിയൊരു സ്പോട്ടാണ് ഇത്. ഇവിടുത്തെ വ്യൂ നമുക്ക് കാണാൻ പറ്റിയില്ല, അത് വേറെ വിഷയം. അത് നിങ്ങൾക്ക് കാണാമെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈമിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു സജഷൻ അതാണ്, നിങ്ങൾ മൺസൂൺ ടൈമിലൊക്കെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഒരു 2-3 ദിവസം വരിക. നമ്മളാ തിരക്കുന്നൊക്കെ ഒഴിവായിട്ട് വേറെ വാഹനങ്ങളോ കോലാഹലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കംപ്ലീറ്റ് റിലാക്സ് ചെയ്യുക, നമ്മളെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കുക, ഒരു ഫ്രഷായിട്ട് നമുക്ക് ഇവിടെ തിരിച്ചു പോകാം. ആ ഒരു മൈൻഡിൽ വരുന്ന ആൾക്കാർക്ക് ടോപ്പ് ഡെസ്റ്റിനേഷനാണ് മത്തേരാൻ എന്ന് പറയുന്നത്, മൺസൂൺ ടൈമിൽ പ്രത്യേകിച്ച്. ബാക്കിയുള്ള ടൈമിൽ ഞാൻ ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നില്ല. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചെന്ത് ചെയ്യും, അമാൻ ലോഡ്ജിലേക്ക് പോകും. ടോയ് ട്രെയിൻ ഉണ്ട്, നമ്മൾ ചിലപ്പോൾ നടക്കുക തന്നെ ചെയ്യാം. കാരണം കുറച്ചും കൂടി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാം. ഇങ്ങേക്ക് വരുന്ന സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടാണ് വന്നത്, അതായത് രാത്രിയല്ല ഇങ്ങോട്ടേക്ക് കയറി വന്നേ. അപ്പോൾ തിരിച്ചു പോക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നോക്കാം നമുക്ക്. അമാൻ ലോഡ്ജ് പോകണം, അമാൻ ലോഡ്ജിൽ നിന്ന് നേരലേക്ക് പോകണം. ആ കേരളത്തിലാ? കണ്ണൂർ. എപ്പോൾ വന്നേ? അരിയർ ഫോർട്ട് പോയിട്ടുണ്ടായിരുന്നാ? എങ്ങനെ ക്ലൈമറ്റ് എങ്ങനെ ഇപ്പോൾ? അടിപൊളിയാ? നാളെ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടപ്പോൾ എവിടെയാ? ഒരു മിനിറ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയട്ടെ. അപ്പോൾ കുറച്ച് സമയം ഞാൻ മറ്റിപ്പം കണ്ടില്ല, ഒരു മലയാളി ഉണ്ടായിരുന്നില്ലേ, പുള്ളിക്കാരനോട് കുറേ സംസാരിച്ചിരുന്നു. പിന്നെ പുള്ളിക്കാരൻ ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ മടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോവുക. ഫസ്റ്റ് അമാൻ ലോഡ്ജ് നേരാൽ ടു പിന്നെ ഒന്നുകിൽ താനെ അല്ലെങ്കിൽ പൻവേൽ, പിന്നെ അവിടെ നിന്ന് നേരെ ത്രയംബക്. അതാണ് ഇന്നത്തെ പരിപാടി. ഇന്ന് രാത്രി നമുക്ക് ത്രയംബക് സ്റ്റേ അടിക്കണം. ഓക്കെ.